friends, welcome back to YouTube channel. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ താസി താത്താൻ്റെ വെഡ്ഡിങ്ങിൻ്റെ പാർട്ട് 1ഉം ഡേ 1ഉം ആണ് അല്ലേ. അപ്പോൾ ഒന്ന് മെയിലാഞ്ചി ഒക്കെ ഇടുന്നുണ്ട് താത്ത. അപ്പോൾ ഞാൻ ഒരു കൈ മാത്രം ഇട്ടിട്ടാ, ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ഇടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നാനിക്കുട്ടി ഇരുന്നിട്ടത് ചപ്പാത്തിയും സാമ്പാറും കഴിക്കുകയാണ്. യെസ്, അത് പൊറാട്ട പോലെ ഉണ്ടാവും. അപ്പോൾ പൊറാട്ട സാമ്പാറും കഴിച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ്. ഇത് ഞങ്ങളെ വീട്ടിൽ തുറക്കാവില്ല കേട്ടോ. ഇത് നിറച്ചുണ്ടായിരുന്നു, ബട്ട് ഫ്രണ്ട്സ് ഇപ്പോൾ കുറച്ചുണ്ടായിട്ടുണ്ടോ, ഒക്കെ കൊഞ്ഞു പോയി. ഇപ്പോൾ നല്ല പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൻ്റെ തൊട്ട് താഴെ ഒരു പുതിയ വീട് വരുന്നുണ്ട് കേട്ടോ അല്ലേ. ഞങ്ങളൊക്കെ ഒരു പുതിയ അയൽവാസി ഫ്രണ്ട്സ്. ആ വീടിൻ്റെ തറയാണ് കേട്ടോ ഇത്. ഇവിടെ ഇനിയൊരു വീടും കൂടി വരും ഫ്രണ്ട്സ്. നമ്മുടെ കൈതച്ചക്കയാണ് വീട്ടിലുള്ളതാണ്, വലുതല്ല ഫ്രണ്ട്സ്, നിറച്ചുണ്ടായിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കളിച്ചിരുന്ന ഭാഗമില്ലേ, ആ ഭാഗത്ത് നിറച്ച് കൈതച്ചക്ക ഇരുന്നു. പിന്നെ അതൊക്കെ ചീഞ്ഞ് പോവുകയും അതൊക്കെ ചെയ്തതാണ്. അവിടെ ഫുള്ള് കൈതച്ചക്കയായിരുന്നു. ഒരു തോട്ടം പോലെ നടന്ന് പൊട്ടിക്കായിരുന്നു കേട്ടോ. നല്ല പൊഴുത്തതുണ്ടാവും. എനിക്ക് അത്ര ഇഷ്ടമല്ല, ഇവർക്ക് നല്ല ഇഷ്ടമാണ് ഫ്രണ്ട്സ്. എന്നിട്ട് ഇവിടുന്ന് പൊട്ടിച്ചുകൊണ്ട് ചെയ്യും. പക്ഷെ ഇപ്പം അധികം ഇല്ല, ഇതേപോലെ മോട്ടറാണ് കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഈ കാണുന്ന കുണ്ടിൽ ഫുള്ള് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അതും ഇപ്പം ഏകദേശം കുറഞ്ഞോമ്പോൾ ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആ കൈതച്ചക്ക. ഏകദേശം അതിൻ്റെയൊക്കെ അത്ര വലുപ്പം തന്നെ ഉള്ളൂ. എന്നാലും കുറച്ചുകൂടി കഴിഞ്ഞാൽ അതാവും കേട്ടോ. ചെറിയ മഞ്ഞ കളറുണ്ട്. യെസ് ഫ്രണ്ട്സ്, അവിടെ അതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ, അവിടെ ഉണ്ട്. കാട് പോലെയാണ് കണ്ടോ. ഇതിൻ്റെ നമ്മളൊരു കാട് ഔട്ട് പോണൊരു വീഡിയോ നമ്മൾ ഇടണ്ട് അല്ലേ ഫ്രണ്ട്സ്. ഈ ചെടി നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടോ? സൂം ചെയ്തിട്ടില്ലേ ഞാൻ ഫ്രണ്ട്സ്? ഇത് മാറും. ഞാൻ കാണിച്ചിട്ട് ഫ്രണ്ട്സ്, ഇത് നോക്കൂട്ടോ. ഇത് പോലത്തെ സ്പേസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടൊക്കെ ഒരാൾക്ക് കടന്നു. അവിടെയാണ് ആ തളിയിലിട്ടിട്ടുള്ളത്. കണ്ടോ, ഗേന ഒരാൾക്ക് ഇങ്ങനെ കടന്നു പോകാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഇവിടെ നല്ല രസത്തിൽ തളിർത്തിട്ട് രസം ആ റോസാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇല്ലേ, ഞങ്ങൾ കളിക്കുമായിരുന്നു. നമ്മൾക്ക് അറിയില്ല, ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ കളിക്കുമ്പോഴേ ഇറച്ചിയില്ലേ, അങ്ങനെ ഇറച്ചി ഫ്രൈക്കൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു കളറല്ലേ ഇറച്ചിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് ഇറച്ചിയൊക്കെ യൂസ് ചെയ്യും ഫ്രണ്ട്സ്. അങ്ങനത്തെ ഒരു സാധനമാണിത് ഫ്രണ്ട്സ്. ഇപ്പോൾ നിറച്ച് കോഴികളാണ് നമ്മുടെ വീട്ടിൽ. നമ്മളോട് കോഴിയൊന്നുമില്ല, പിന്നെ എവിടുന്നാന്ന് അറിഞ്ഞുകൂടാ ഫ്രണ്ട്സ്. ഇവിടെ നോക്കിയത് നിറച്ച് പടർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി വൈബാണ് ഫ്രണ്ട്സ്. ഇവിടെ ചെറിയ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഈ തെങ്ങൊക്കെ ഞങ്ങൾ കുത്തി പൊളിച്ചുണ്ടാക്കിയതാണ്. ഇതിൻ്റെ മേലെ കൂടെ കീറിയാലും ഉണ്ട് ഫ്രണ്ട്സ്. ഇവിടെ നിറച്ചുണ്ട്. ഇതിവിടെയൊക്കെ പടർന്നിട്ടുണ്ട്. അടിപൊളി സാധനം. എൻ്റെ മേലൊക്കെ നോക്കിയ വണ്ടർഫുൾ കാഴ്ചയാണ് ഫ്രണ്ട്സ് അല്ലേ. അതന്നെ, 2 ഉണ്ട് ഇവിടെ. എങ്ങനെ വീടൊന്നും അറിയില്ല. ഇവിടെ കുറച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കട്ടെ ഫ്രണ്ട്സ്. നല്ല നീണ്ടൊരു ലൈൻ. താഴത്തേക്ക് വലിയ കുണ്ടുപോകാൻ കേട്ടോ. എത്ര ആളുണ്ട് ഫ്രണ്ട്സ്. ഈ ചെടി മണ്ണാണ് കായ ആർക്കും ഇഷ്ടമാണ് ഫ്രണ്ട്സ്. ഇത് ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ഇപ്പം ഒന്നും കുഴപ്പമില്ല. ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, പഴുത്ത് കഴിഞ്ഞാൽ ആദ്യ സ്മെല്ലാണ്. കട്ടുറുമ്പോ, അത് കട്ടുറുമ്പാണോ? ആണ് ഫ്രണ്ട്സ്, കട്ടുറുമ്പാണ് ഫ്രണ്ട്സ്. ഇതിൻ്റെ ഇടയിലുണ്ടായല്ല നല്ല രസാട്ടോ. ഒരു അടിപൊളി വൈബാണ്. ആ പാറക്കല്ലുമൊക്കെ പോയിരിക്കാൻ നല്ല രസമാണ്. ഇതൊക്കെ ഞങ്ങൾ വൈകുന്നേരത്ത് കാണിച്ചു കേട്ടോ. പാറക്കല്ലുമ്മ പോയിരിക്കണല്ലോ. ഇതിന്റെ ഈ ഒരു കാടിന്റെ ഹോം ടൂർ പോലെ ഫോറസ്റ്റ് ടൂറാണ് ഫ്രണ്ട്സ്. ഫോറസ്റ്റ് ടൂർ നമ്മൾ ഇടുന്നതായിരിക്കും ഫ്രണ്ട്സ്. ആ വള്ളിയുടെ ഇല ഉണ്ടല്ലോ, അതിങ്ങനെ നല്ല, ഇതിപ്പോൾ ഇളം ആണ്. ഇത് നല്ല വലുതായിട്ട് നമ്മളെ മൂക്കാന്ന് അറിയില്ല, അതേപോലെ കുറച്ചുകൂടി ഉറപ്പായിട്ട് വന്നിട്ട് ഉണങ്ങിയതാണ് ഫ്രണ്ട്സ്. അതാണ് തളിരി. പിന്നെ കുറച്ച് റോസ് കളറുള്ളതാണ് മറ്റേ നമ്മൾ നേരത്തെ കണ്ടത്. ഇത് ഇത്രയും നൈസാണ് ഫ്രണ്ട്സ്. കണ്ടോ, പക്ഷെ അത് ഇത് അതേപോലെ പൊട്ടിച്ചാൽ പോരത്തില്ല കേട്ടോ. നല്ല ഉറപ്പുള്ള സംഭവം ഫ്രണ്ട്സ്. ഇതാണ് അതിൻ്റെ തളിരല്ല കണ്ടോ. ഇതിൽ കൂടെ ഷാഡ പോലെയുള്ള കൈ അടക്കം കാണുന്നുണ്ട് ഫ്രണ്ട്സ്. കണ്ടോ, അത്രയ്ക്ക് നൈസായിട്ടുള്ള ഇലയാണ്. ഇത് അതേപോലെ അല്ല, ഇത് ഉണങ്ങിയതാണെങ്കിലും ഇത് നല്ല മൂത്തതാണെങ്കിലും ഇത് അതിൻ്റെ മൂത്തല്ലേ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. കൊണ്ട് വരും. ഇതാണ് അതിൻ്റെ ഉറപ്പുള്ള പച്ച ഇല കണ്ടോ. ഇതും ഇവിടെ എൻ്റെ തൊണ്ട് കൊണ്ട് പെട്ടെന്ന് പൊടിച്ചിട്ട് തീരെ പൊട്ടത്തില്ല. അത് പൊട്ടി കഴിഞ്ഞ് ഇത് പൊട്ടത്തില്ല ഫ്രണ്ട്സ്. അതേപോലെ ഇതും അങ്ങനെ തന്നെയാണ്, നല്ല ഉറപ്പാണ്. പക്ഷേ
അതുണ്ടല്ലോ പെട്ടെന്ന് പൊട്ടും. പിന്നെ ഈ ചെടി നിങ്ങൾക്കറിയാം, ഇതൊരു ഒരു കാട്ടിലൊക്കെ ഇതേപോലെ ഉണ്ടാകുന്ന ചെടിയാണ്. ബട്ട് ഇത് ഞങ്ങൾ കളിക്കുമ്പോൾ വേപ്പില ആക്കി യൂസ് ചെയ്തിട്ട് ഫ്രണ്ട്സ്, ശരിക്കൊരു വേപ്പില പോലെയാണ് കണ്ടോ. ഇത് ഞങ്ങൾ കളിക്കുമ്പോൾ വേപ്പിലയാക്കും. ആ നിറച്ച് വള്ളിയാണ് ഫ്രണ്ട്സ്, കുരങ്ങാൻ തോന്നുന്നു അതേപോലത്തെ വള്ളി. അത് കാണിച്ചു തരാം ഫ്രണ്ട്സ് അത് നമ്മൾ ഫോറസ്റ്റ് ടൂറിൽ കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളിയാ ഫ്രണ്ട്സ്. പക്ഷെ ഇത് എന്താ വെച്ചിട്ടാ, ഇത് മഴ പെയ്ത കാരണം ഇങ്ങനെ ആയതാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അയ്യവ ഇത് ഞങ്ങൾക്ക് നല്ല ക്ലിയറായി കാണുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ഫോൺ വെക്കുമ്പോൾ അല്ലേ. അടിപൊളി വൈബ്. എന്താ ചെയ്യാൻ, നമുക്കൊന്നും ഈ ഭാഗ്യമില്ല. പക്ഷെ അവർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഫ്രണ്ട്സ്. മഴ പെയ്തിട്ട് കുത്തി ഒലിച്ച് പോയിട്ട് പിന്നെ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ ഫോറസ്റ്റ് ടൂറൊക്കെ എടുക്കുമ്പോഴത്തേനും അതുവരെ പണി പൂർത്തിയാവും ഫ്രണ്ട്സ്. ഇവിടെ നിറച്ചായാലേ കേട്ടോ, അവിടെ നോക്കുന്നിടത്ത് മൊത്തം ആയാലാണ് കാണുന്നത് ഫ്രണ്ട്സ്. പിന്നെ ഈ ചെടിമതേ നിങ്ങൾക്ക് തന്നെ ചെറിയ കുരുകുരു പോലെ കാണാം. ഇത് നല്ല വലുതായിട്ടൊരു കുരുകുരുന്നെ ഉണ്ടാവും ഫ്രണ്ട്സ്. അടിപൊളി സാധനമാണ്. പക്ഷെ ഇത് വലിപ്പം വെച്ചിട്ടില്ല ഫ്രണ്ട്സ്. ഇതിനും വലിപ്പം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, വലിപ്പം വെച്ചിട്ട്. ഇവിടെ പിന്നെ അത്തിപ്പഴം പോലത്തൊരു സാധനമുണ്ട്, അത് കാണിച്ചു. അത് അടിപൊളിയാണ്, കാണിച്ചു തരാം. മാങ്ങയുടെ അവിടെ നമുക്ക് ഫോറസ്റ്റ് ടൂറിന് കാണിച്ചു കൊടുക്കാം. അത് ഒരു ഫോറസ്റ്റ് പെടുന്നതല്ല, അപ്പം നമുക്കിപ്പോൾ റോഡ് ചെയ്ത് കാണാം ഫ്രണ്ട്സ്. ഇത് നേരത്തെ നിങ്ങൾ ഒരു കോഴിയിൽ കണ്ടുള്ളൂ. ഇവിടെ ഇഷ്ടമാതിരി കോഴികളുണ്ട്. ഒന്നും നമ്മളതല്ല, പക്ഷേ എന്നും രാവിലെയും വൈകുന്നേരത്തും ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും ഫ്രണ്ട്സ്. ഇത് നിങ്ങളെ വീട്ടിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ? ഇത് മറ്റേ മുല്ലപ്പൂ പോലത്തെ ചെടിയാണ്. ഇതിൻ്റെ ഇല ഞങ്ങൾ വേപ്പിൻ്റെ ഇല പോലെ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫുള്ള് വേപ്പിൻ്റെ ഇല അത് ഇതൊക്കെയാണ്. അടിപൊളി ഫ്ലവറാണ്. നിങ്ങളവിടെ ഉണ്ടോ? യെസ്, റോഡിൻ്റെ വക്കത്താണ് കേട്ടോ. നിങ്ങളവിടെ ഉണ്ടോ? കമൻറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. ഇവിടെയൊക്കെ കഴിച്ചേക്കാൻ പറ്റും റോഡിൻ്റെ ഇവിടെയൊക്കെ. പിന്നെ ഫ്രണ്ട്സ് ഇതാണ് നിങ്ങൾ പറഞ്ഞ അത്തിപ്പഴം പോലത്തെ കായ, പക്ഷേ ഇത് ചെറുതാണ് ഫ്രണ്ട്സ്. നല്ല വലുത് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയിലുണ്ട്, ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കായ കേട്ടോ ഫ്രണ്ട്സ്. ഈ പൂവ് ആരെയും കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സ്? ഇത് അടിപൊളി പോലെ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കൂ. ഇത് നമ്മുടെ മുരിങ്ങയിലാണ് ഫ്രണ്ട്സ്. ഇത് ഞങ്ങൾ മുരിങ്ങയിലാണ് ആക്കിയത്. ഇതാണ് ആ പൂവ്. ഇത് കായ ഔട്ടോ, എന്നിട്ട് ആപ്പിൾ പോലെ അല്ലേ, പക്ഷെ ആ ആപ്പിൾ ഇതാവും. ഇത് വേപ്പിൻ്റെ അല്ല, ഇത് ഒരു വേപ്പിൻ്റെ അല്ല ആക്കി കളിക്കും. ഞങ്ങൾ ഇത് അരി ആക്കിയിട്ടാണ് കളിക്കുക ഫ്രണ്ട്സ്. ബിരിയാണി ഇതൊക്കെ വെക്കുമ്പോൾ നല്ല മുള്ളുള്ള സാധനമാണ്. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് മരം. അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്ന ചക്കില്ലേ, അത് ചിന്ന ഷേപ്പാണ്, ഹാർട്ട് ഷേപ്പാണ്. അത് ഞാൻ കുറച്ചുകൂടെ ആണ്ട് പോയി കാണിച്ചാലേ ഫ്രണ്ട്സ്. ദേ ഈ ഇല നല്ല റോസ് കളർ കേട്ടോ. ഇത് മുന്തിരിയുടെ വള്ളി പോലത്തെ ഇല കേട്ടോ. ഞങ്ങളിത് മുന്തിരി വള്ളിയാണ് ആക്കുന്നത്. ഇവിടുത്തെ ഇല നല്ല റോസ് കളറാണ് കേട്ടോ ഫ്രണ്ട്സ്. കണ്ടോ ഫ്രണ്ട്സ്? ഇതാണ് കേട്ടോ കായ. ഒന്ന് പൊളിച്ച് കാണിച്ചു കൊടുക്കൂ. കണ്ടോ ഫ്രണ്ട്സ്? ഇതിൻ്റെ ഈ അത്തിപ്പഴം പോലെ തന്നെയാണ്. ഇത് ചിലവർ കഴിക്കുന്നത് കാണാം ഫ്രണ്ട്സ്. ചിലവർ കഴിക്കും, ചിലവർ കഴിക്കില്ല. എന്താണ് അതിൻ്റെ ഇത്? വിശക്കായാണ്. നീ കഴിക്കുന്നവർ നീ കമൻറ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. ഇത് റാ പോലത്തെ വള്ളിയാണ് കേട്ടോ. ഇത് അടിപൊളി വള്ളിയാണ് കണ്ടോ. ആണ് ഫ്രണ്ട്സ്, സത്യം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.